ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ ചുക്കയാണ് കേട്ടോ. ചിക്കൻ ചുക്ക എന്ന് പറയുമ്പം പലരും റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളതായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ചിക്കൻ ചുക്കയ്ക്ക് ആയതുകൊണ്ട് തന്നെ വലിയ പീസായിട്ടൊന്നുമല്ല കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും വേണ്ട, നമ്മുടെ ആ ചിക്കൻ്റെ കളർ തന്നെ മാറിപ്പോവും. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇത് നമുക്ക് വേണ്ടത് സവാളയാണ്. ഇപ്പം ഞാൻ 3 ചെറിയ സവാളയാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാള അരിയുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് കനം കുറച്ച് ഒരേ വലിപ്പത്തിൽ അരിയാനായിട്ട് ശ്രമിക്കണം. ഇനി അരിഞ്ഞ സവാള എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. അപ്പം ഞാനിവിടെ അതിനായിട്ടുള്ള ചീൻചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോഴേ അറിയാം, ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സവാള ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇട്ട് വറുത്ത് കോരുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്, പിന്നെ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് വരും സവാള കരിഞ്ഞു പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ബ്രൗൺ കളർ, നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും കോരി മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതുണ്ടാക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴേക്കും ഒരു പച്ചമുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോഴേക്കും 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. കാരണം ആ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ സ്പൂണ്, ടീസ്പൂണ്, ടേബിൾ സ്പൂണ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എപ്പോഴും പറയാറുള്ളതാണ്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ടീസ്പൂൺ എന്ന് പറയുന്നത് ചെറുതാണ്, ഒരു 5 ml അളവിലുള്ളതാണത്. അതേസമയത്ത് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml വരും. ഇനി ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് ചിക്കൻ വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചിക്കൻ ആണെങ്കിലും വേകാൻ വെക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ചിക്കൻ വെന്ത് വരും തോറും അതിൽ നിന്ന് വെള്ളം ഇറങ്ങുകയാണ് ചെയ്യാറ്. അപ്പം നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇതുപോലെ പാത്രത്തിലൊക്കെ വെക്കുമ്പോഴത്തേക്കും വേറെ അഡീഷണൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഗ്രേവി ഇല്ലാതെയാണ് ഈ തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള ഞാൻ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അങ്ങ് മൂടി വെച്ച് കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകമാണ്, നല്ല ജീരകമല്ല. അത് രണ്ടും 2 ജീരകമാണ്, മാറിപ്പോവരുത്. ആ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ് നമുക്ക് ഈ കറിയിൽ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലിപ്പോൾ ഇച്ചിരി ഗ്രേവി നമുക്ക് കുറച്ച് കാണാനായിട്ട് പറ്റും. കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം നമ്മുടെ ഈ ചുക്ക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റുമാണ് ഈ കറി ഉണ്ടാക്കി വരുമ്പോഴേക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നല്ലൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.